രണ്ടാം പിണറായി സർക്കാരിന്റെ രണ്ടാം മന്ത്രിസഭാ പുനഃസംഘടന അല്പസമയത്തിനകം ചേരുന്ന ഇടതുമുന്നണി യോഗം ചർച്ച ചെയ്യും. ഇതിന് മുന്നോടിയായി തുറമുഖ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ രാജിവെച്ചു. ഗതാഗത മന്ത്രി ആന്റണി രാജുവും രാജിവെക്കും. ഇരുവരും മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിസഭയിലെത്തും. ഈ മാസം 29-ന് സത്യപ്രതിജ്ഞ നടത്താനാണ് ആലോചന. മുഖ്യമന്ത്രിക്കാണല്ലോ നമ്മൾ രാജി സമർപ്പിച്ചു കഴിഞ്ഞു. ഇനിയിപ്പം വളരെ വിശദമായിട്ട് വൈകിട്ട് പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ട്. 2.5 വർഷത്തെ പ്രവർത്തനം എങ്ങനെ കാണുന്നു? പ്രവർത്തനത്തെക്കുറിച്ച് വിലയിരുത്തേണ്ടത് നിങ്ങളാണ്, ഞാനല്ല. ഞാൻ നല്ല ആത്മസംതൃപ്തിയോടെയാണ് രാജിവെച്ചിറങ്ങുന്നത്. വിവരങ്ങൾ നൽകാൻ ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നു. AKG സെന്ററിന് മുന്നിൽ നിന്ന് സെയ്ഫ് സൈനുലാബ്ദീനും ക്ലിഫ് ഹൌസിൽ നിന്ന് ഹരിമോഹനുമാണ്. ആദ്യം സെയ്ഫ് സൈനുലാബ്ദീനിലേക്കാണ്. സെയ്ഫ്, രണ്ടാം പിണറായി സർക്കാരിന്റെ രണ്ടാം മന്ത്രിസഭാ പുനഃസംഘടനയാണ് നടക്കുന്നത്. കാര്യങ്ങൾ ഏറെക്കുറെ മുൻപേ പുറത്തു വന്നിട്ടുള്ളതാണ്. മന്ത്രിസഭയിലേക്ക് ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും എത്തും. യഥാക്രമം ഗതാഗത, തുറമുഖ വകുപ്പുകൾ കൈകാര്യം ചെയ്യുമെന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഇടതുമുന്നണി യോഗം ചേരുമ്പോൾ ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം മാത്രമാണോ പ്രതീക്ഷിക്കുന്നത്? ഈ വകുപ്പുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റമുണ്ടാകാനുള്ള വിദൂര സാധ്യതയെങ്കിലും ഉണ്ടോ? അങ്ങനെ ചില അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു ജിൽസി, പക്ഷെ അതിനുള്ള സാധ്യതകൾ കുറവാണ്. ഗതാഗത വകുപ്പ് ഗണേഷ് കുമാറിനും തുറമുഖ വകുപ്പ് കടന്നപ്പള്ളി രാമചന്ദ്രനും തന്നെ ലഭിക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. രാവിലെ 11 മണിയോടുകൂടി ഇവിടെ വാർത്താസമ്മേളനം വിളിച്ചിട്ടുണ്ട്. ഇടതുമുന്നണി കൺവീനർ വാർത്താസമ്മേളനം വിളിച്ചിട്ടുണ്ട്. അതിൽ ഔദ്യോഗികമായി തീരുമാനങ്ങൾ പ്രഖ്യാപിക്കും. എന്തായാലും രണ്ടാം പിണറായി സർക്കാർ അധികാരം ഏറ്റെടുത്തപ്പോൾ ഉണ്ടായ ധാരണ പ്രകാരമാണ് മന്ത്രിസ്ഥാനത്ത് നിന്ന് ഇപ്പോൾ അഹമ്മദ് ദേവർകോവിൽ രാജിവെച്ചിരിക്കുന്നത്. ഇപ്പോൾ അല്പസമയത്തിനകം ഉപ്പ് ക്ലിഫ് ഹൌസിലുള്ള ആന്റണി രാജു ഇതിനോടകം തന്നെ ഒരുപക്ഷെ രാജി അദ്ദേഹം സമർപ്പിച്ചിട്ടുണ്ടാകും. പുറത്തു വന്ന് അദ്ദേഹം മാധ്യമങ്ങളെ കാണും എന്നും അറിയിച്ചിട്ടുണ്ട്. 2.5 വർഷം വീതം 4 പേർക്ക് നൽകാൻ വേണ്ടിയാണ് അന്ന് 2016 മന്ത്രിസഭാ രൂപീകരണ സമയത്ത് തീരുമാനമുണ്ടായിരുന്നത്. ഓരോ MLA-മാരുള്ള 5 പാർട്ടികൾ ഉണ്ടായിരുന്നു. അതിൽ 4 പാർട്ടികൾക്ക് ഓരോ MLA സ്ഥാനമുള്ള 4 പാർട്ടികൾക്ക് ഓരോ സീറ്റിൽ മാത്രം മത്സരിച്ച് വിജയിച്ച 4 പാർട്ടികൾക്ക് 2.5 വർഷം വീതം മന്ത്രിസ്ഥാനം നൽകാനുള്ള തീരുമാനം അന്നെടുത്തു. അതിന്റെ ഭാഗമായിട്ടാണ് ആന്റണി രാജുവും അതുപോലെ തന്നെ അഹമ്മദ് ദേവർകോവിലും മന്ത്രിസ്ഥാനത്തേക്ക് വരുന്നത്. ആദ്യഘട്ടത്തിൽ ഗണേഷ് കുമാറിനെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ മുഖ്യമന്ത്രിക്ക് താൽപര്യമുണ്ടായിരുന്നു. പക്ഷേ അന്ന് ഗണേഷ് കുമാറിന്റെ കുടുംബസ്വത്തുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളും പ്രശ്നങ്ങളും നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തെ ആദ്യ ടൈമിൽ നിന്ന് മാറ്റി 2ാം ടൈമിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ ഗണേഷ് കുമാർ മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ആന്റണി രാജുവിനെ മന്ത്രിയാക്കാൻ വേണ്ടി തീരുമാനമെടുക്കുന്നു. അങ്ങനെ രണ്ടുപേരും 2 പ്രധാനപ്പെട്ട വകുപ്പുകൾ, ഗതാഗത വകുപ്പ് അതുപോലെ തന്നെ തുറമുഖ വകുപ്പ്, അങ്ങനെ 2 പ്രധാനപ്പെട്ട വകുപ്പുകൾ അവർക്ക് നൽകുകയാണ് ചെയ്തത്. ഈ നേരത്തെയുള്ള ധാരണ പ്രകാരമാണെന്നുണ്ടെങ്കിൽ മന്ത്രിസഭാ പുനഃസംഘടന നടക്കേണ്ടത് നവംബർ മാസം 20-ാം തീയതിയോ അല്ലെങ്കിൽ 25-ാം തീയതിയാണ്. കാരണം മെയ് മാസം 25-ാം തീയതിയാണ് രണ്ടാം പിണറായി സർക്കാർ തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്തത്. 20-ാം തീയതിയാണ് മന്ത്രിസഭാ രൂപീകരണം ഉണ്ടായത്. ആരൊക്കെ മന്ത്രിയാകണം എന്ന ധാരണ മുന്നണി നേതൃത്വത്തിൽ ഉണ്ടായത് മെയ് മാസം 20-ാം തീയതിയാണ്. അങ്ങനെയെങ്കിൽ 20-ാം തീയതി നടക്കുന്ന മന്ത്രിസഭാ പുനഃസംഘടനയായിരുന്നു. പക്ഷേ നവകേരള സദസ്സ് നടക്കുന്നതുകൊണ്ട് നിലവിലുള്ള 2 മന്ത്രിമാരും യാത്രയുടെ ഭാഗമായി വേണം എന്ന നിർദ്ദേശം മുഖ്യമന്ത്രി നൽകി. 2.5 വർഷത്തെ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളോട് പറയാൻ വേണ്ടിയാണ് പോകുന്നത്. അതുകൊണ്ട് നിലവിലുള്ള മന്ത്രിമാർ വേണം എന്ന തീരുമാനം മുഖ്യമന്ത്രി എടുത്തതിന്റെ പശ്ചാത്തലത്തിലാണ് മന്ത്രിസഭാ പുനഃസംഘടന നീണ്ടുപോയത്. അത് നവകേരള സദസ്സ് ഇന്നലെ രാത്രിയോടുകൂടി വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ അവസാനിക്കുന്നു. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ അവസാനിച്ചതിന് പിന്നാലെ ഇന്ന് രാവിലെ 9:15 തുറമുഖ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ മുഖ്യമന്ത്രിയെ കണ്ട് രാജി സമർപ്പിച്ചു. രാജി സമർപ്പിച്ചതിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. അഹമ്മദ് ദേവർകോവിലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കോഴിക്കോട് സൌത്തിൽ നിന്നാണ് അദ്ദേഹം ജയിക്കുന്നത്. അത് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി നൂർബിന റഷീദിനെ 12,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം പരാജയപ്പെടുത്തുന്നത്. അങ്ങനെ വലിയ അട്ടിമറി വിജയം, ആ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ അട്ടിമറി വിജയങ്ങളിൽ ഒന്നായിട്ട് വിലയിരുത്തപ്പെട്ട മത്സരമായിരുന്നു അവിടെ കോഴിക്കോട് സൌത്തിൽ നടന്നത്. ആ ഘട്ടത്തിൽ അവർക്ക് മന്ത്രിസ്ഥാനം കിട്ടുമോ എന്ന കാര്യത്തിലൊന്നും ഒരു അവ്യക്തത നിലനിൽക്കുകയായിരുന്നു. കാരണം ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം CPM-ന് മാത്രം തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് CPI മാത്രമേ ഒരുപക്ഷെ മന്ത്രിസഭയിലേക്ക് ഉണ്ടാകൂ എന്ന സൂചനകൾ ആ ഘട്ടത്തിൽ വച്ചു. അല്ലെങ്കിൽ പിന്നെ JDS, അങ്ങനെ 2 MLA-മാരുള്ള JDS അവർക്ക് ഒരു മന്ത്രിസ്ഥാനം കിട്ടും എന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നതാണ്. എന്നാൽ INL-ന് മന്ത്രിസ്ഥാനം നൽകണമെന്ന അപ്രതീക്ഷ തീരുമാനം അത് മുന്നണി നേതൃത്വം തീരുമാനമെടുക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിന് അനുകൂലമായി പ്രതികരിക്കുന്നു. അങ്ങനെയാണ് ചെറിയ പാർട്ടികളാണെങ്കിൽ 4 പേർക്ക് മന്ത്രിസ്ഥാനം നൽകാം എന്ന തീരുമാനത്തിലേക്ക് മുന്നണി നേതൃത്വം എത്തിച്ചേരുന്നത്. അദ്ദേഹം മികച്ച ഇടപെടൽ, ഈ തുറമുഖ വകുപ്പുമായി ബന്ധപ്പെട്ട മികച്ച ഇടപെടലുകൾ നടത്തി എന്നാണ് മുന്നണി നേതൃത്വം ഈ 2.5 വർഷം കഴിയുമ്പോൾ കണക്കാക്കുന്നത്. ഇന്നലെ ഒരു മുന്നണിയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവുമായി സംസാരിക്കുമ്പോൾ ആ വകുപ്പ് നിരവധി പ്രതിസന്ധികളിലൂടെ കടന്നുപോയ വകുപ്പായിരുന്നു. കാരണം സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഒന്ന്
ഫ്ളാഗ്ഷിപ്പ് പദ്ധതി, ഒരു സർക്കാരിന് ഓരോ ഫ്ളാഗ്ഷിപ്പ് പദ്ധതികൾ ഉണ്ടാവും. ആ ഫ്ളാഗ്ഷിപ്പ് പദ്ധതിയായി വിലയിരുത്തപ്പെട്ട പദ്ധതിയാണ് വിഴിഞ്ഞം പദ്ധതി എന്നുള്ളത്. ആ പദ്ധതിയെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള വലിയ വെല്ലുവിളി അത് മികച്ച രീതിയിൽ കൊണ്ടുപോയ ആളാണ് അഹമ്മദ് ദേവർകോവിൽ. കാരണം ഒരുപാട് പ്രതിസന്ധികൾ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പ്രളയം വന്നു, ഓഖി വന്നു, അതുപോലെ അതിനുശേഷം ഏതാണ്ട് 100 ദിവസത്തിലധികം നീണ്ടുനിന്ന ആ മത്സ്യത്തൊഴിലാളികളുടെ സമരം.